എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. കൊപ്പം പുന്നറ ശിവക്ഷേത്രത്തിൽ ദ്രവ്യകലശവും മഹാശിവരാത്രി ആഘോഷവും മാർച്ച് 4 മുതൽ 8 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ആഘോഷ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ മാർച്ച് 4-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉത്സവദീപം തെളിയിക്കൽ, കലവറ നിറക്കൽ എന്നിവ നടക്കും. മാർച്ച് 5-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വനദുർഗയ്ക്ക് പൂമൂടൽ, മഹാഭഗവൽ സേവ. മാർച്ച് 6-ന് എല്ലാ ദേവന്മാർക്കും വിശേഷാൽ പൂജകൾ, മഹാവിഷ്ണു പൂജ. മാർച്ച് 7-ന് ദർശന പ്രധാനമായ 25 കലശം അഭിഷേകം, ധർമ്മശാസ്താവിന് താലപ്പൊലി എന്നിവയും നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പത്തെ ഒരു പ്രധാന ക്ഷേത്ര സങ്കേതമായ പുന്നറ ശിവക്ഷേത്രത്തിൽ ഈ വരുന്ന മാർച്ച് 4, 5, 6, 7, 8 തീയതികളിൽ ദ്രവ്യകലശവും തുടർന്ന് ശിവരാത്രി ആഘോഷവും നടക്കുകയാണ്. ക്ഷേത്രത്തിൽ നടത്തിയ താമ്പൂല പ്രശ്നത്തിൻ്റെ വിധിപ്രകാരം ദ്രവ്യകലശം ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. 4 ദിവസങ്ങളിലായി ആണ് ചടങ്ങുകൾ നടത്തുന്നത്. 4-ാം തീയതി തിങ്കളാഴ്ച ലക്ഷാർച്ചന, 2-ാം ദിവസം 5-ാം തീയതി മഹാസൂരക്ഷണ ഹോമം, മൃത്യുഞ്ജയ ഹോമം തുടങ്ങിയ ഹോമ ചടങ്ങുകളും, 3-ാം ദിവസമായ ബുധനാഴ്ച വിശേഷാൽ പൂജകളും, 4-ാം ദിവസമായ വ്യാഴാഴ്ച ആണ് പ്രധാന ചടങ്ങായ ദ്രവ്യകലശം, 25 കലശം. ക്ഷേത്ര ദർശനം പ്രധാനമുള്ള ഒരു ചടങ്ങാണ്. അതോടുകൂടി ദ്രവ്യകലശ ചടങ്ങുകൾ അവസാനിക്കുകയാണ്. തുടർന്ന് 8-ാം തീയതി മഹാശിവരാത്രി ആഘോഷം. രാവിലെ തന്ത്രിയുടെ വിശേഷാൽ പൂജകൾ അത് ചേർന്ന് കഴിഞ്ഞ് ചതുശതം ഉച്ചപൂജ, പ്രസാദകൂട്ട്. ഇന്ന് വൈകിട്ട് മഹാദീപാരാധനായ ലക്ഷദ്വീപം ക്ഷേത്രം തന്ത്രി വിളക്കുകൊളുത്തി അത് ചടങ്ങുകൾ നിർവഹിക്കുന്നതാണ്. ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ഉത്സവ സമാപന ദിവസമായ മാർച്ച് 8-ന് വൈകുന്നേരം 6:30-ന് ക്ഷേത്രത്തിൽ ലക്ഷം ദീപം തെളിയിക്കും. തുടർന്ന് സാംസ്കാരിക സമ്മേളനം, പ്രാദേശിക കലോത്സവം എന്നിവയും നടക്കും. നവീകരണ കലശത്തോടനുബന്ധിച്ച് നടത്തുന്ന ചടങ്ങുകൾ നടത്തിക്കൊണ്ട് ശിവരാത്രിയും ലക്ഷദീപവും വളരെ ഗംഭീരമായി നടത്തുവാനും ആ ദിവസം തന്നെ നാട്ടുകാരുടെ കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുവാനുമാണ് ഈ വർഷത്തെ ആഘോഷ കമ്മിറ്റിയുടെ തീരുമാനം. എല്ലാ ദിവസവും 4 ദിവസവും തുടക്കത്തിൽ തന്നെ ലക്ഷാർച്ചനയാണ്. 4-ാം തീയതി ലക്ഷാർച്ചനയോട് കൂടിയിട്ടാണ് പരിപാടി തുടങ്ങുന്നത്. അവസാനം ശിവരാത്രിയോട് കൂടിയിട്ട് ഈ പരിപാടി ലക്ഷദീപത്തോടു കൂടി അവസാനിക്കുകയും ചെയ്യുന്നത്. എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാവുണ്ണിക്കുട്ടി പുതുമന, ഭരണസമിതി പ്രസിഡന്റ് രവീന്ദ്രൻ കക്കാട്ടുമന, കൺവീനർ രാജു കുറുവത്ത്, MP മനോജ്, JNV കുറുപ്പ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.